ഹായ് ഹലോ വെൽക്കം ടു നോർഡിക് നമസ്കാരം. നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാട്ടോ ഞാനിപ്പോൾ ഇന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം, കുറേ ആയി ഞങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നാട്ടിലുള്ള പരിചയക്കാരും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നു. കുറെ പേരൊക്കെ നേരിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ സ്വീഡനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, എങ്ങനെയാ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നത് 2022-ലാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങള് ഒരു കൺസൾട്ടൻസി വഴിയാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷമാണ്, അതായത് നമ്മൾ ഇവിടെ എത്തി 1 ഇയർ കഴിയുമ്പോൾ നമുക്ക് 1 ഇയർ വിസയാണ് കിട്ടുന്നത്, എഡ്യൂക്കേഷൻ വിസ, സ്റ്റഡി വിസ. അത് കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. ഇവിടെ മൈഗ്രേഷൻസ് വർക്കിന്റെ സൈറ്റിൽ കയറി തന്നെയാണ് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായേ ഇത് അത്ര വലിയൊരു കാര്യമൊന്നും അല്ല എന്നുള്ളത്. ഞങ്ങൾ ഒരുപാട് റിസർച്ച് ഒന്നും നടത്തിയിട്ടല്ല കേട്ടോ സ്വീഡനിലേക്ക് വന്നത്. സോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങള് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്റെ അറിവ് വളരെ ലിമിറ്റഡ് ആണ്. അത് വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇവിടെ സ്വീഡൻ എന്തുകൊണ്ട് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെയധികം ഡെവലപ്ഡ് ആയിട്ടും ഇന്നൊവേഷൻ രീതിയിലും എല്ലാ മേഖലകളിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എന്താ പറയാ, എനിക്ക് നമ്മളുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. ഇവിടെ ഭൂരിഭാഗവും നമ്മൾ പഠിക്കുന്നത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ബിടെക്കും എംടെക്കും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ പഠിച്ച കാര്യങ്ങള് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ ഇവര്, അതായത് ഞാൻ ബിടെക്കിലും എംടെക്കിലും കൂടി പഠിച്ച കാര്യങ്ങൾ വിത്തിൻ ഹാഫ് ആൻ അവർ ഇവര് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതായത് ഒരു ഒറ്റ എന്താ പറയാ, ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഇവര് ഫുൾ കവർ ചെയ്തെടുത്തു. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സിന്റെ കോഴ്സുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും ഇംഗ്ലീഷിലാണ്. ഇതിന്റെ ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് 120 ആണ്. അതായത് 4 സെമസ്റ്റർ, ഓരോ സെമസ്റ്ററും 30 ക്രെഡിറ്റ്സ് വീതം, ടോട്ടൽ 120 ക്രെഡിറ്റ്സ്. 120 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഇവര് മാസ്റ്റേഴ്സ് ഡിഗ്രി തന്ന് ഓണർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾ ഓവർ സ്വീഡനില് അഡ്മിഷൻ നടക്കുന്നത്, മാസ്റ്റേഴ്സിന്റെ അഡ്മിഷൻ നടക്കുന്നത് യൂണിവേഴ്സിറ്റി admissions.se എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ്. ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് അതില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ഇതാണ് അവരുടെ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മള് എന്താ പറയാ, ഫൈൻഡ് കോഴ്സസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഫീൽഡ് എന്താണ്, എഡ്യൂക്കേഷൻ, നമ്മുടെ ഫീൽഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കോഴ്സുകളും, ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര ക്രെഡിറ്റ്സ് ആണ് ആ കോഴ്സിനുള്ളത്, ഇതെല്ലാം കാണിച്ചു തരും. നിങ്ങൾക്ക് ഇവിടെ കാണാലോ അല്ലെ, കോഴ്സസും സെർച്ച് ചെയ്യേണ്ട ഒരു ടാബ് കണ്ടോ. അവിടെ നമ്മൾ ഏത് ഫീൽഡ് ആണെങ്കിൽ ആ ഫീൽഡ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോ ഇവിടെ ബയോടെക്നോളജിന്ന് ഒന്ന് കൊടുക്കാൻ പോവാണേ. ബയോടെക്നോളജി ഫൈൻഡ് കോഴ്സസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് വന്നേക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാം, മോളിക്കുലർ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കാണാം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുവാണേ. ഓക്കെ, അപ്പൊ അതില് 120 ക്രെഡിറ്റ്സ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് സ്കോഡെ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് January 15th ആണ്. യൂഷ്വലി ഒക്ടോബർ തുടങ്ങി ജാനുവരി വരെയുള്ള ടൈമിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, മാസ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ വെക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഇത് വെച്ച് കഴിഞ്ഞാല് ഏപ്രിൽ ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. സെപ്റ്റംബറിലാണ് ഇതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് ഇതിന്റെ ഇൻടേക്ക് വരുന്നത്. ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. ഉപ്സല യൂണിവേഴ്സിറ്റി, സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റി, ലിങ്ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മളുടെ സ്കോഡെ യൂണിവേഴ്സിറ്റി, ഉമിയ, ലുണ്ട്, ചാൽമേഴ്സ്,
അങ്ങനെ ഹാംസ്റ്റഡ്, ഇതൊക്കെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ നിങ്ങളുടെ കോഴ്സുകൾ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കോഴ്സുകൾ 120 ക്രെഡിറ്റ്സിന്റെ കോഴ്സുകൾ എവിടെയൊക്കെയാ ഉള്ളത് നോക്കുക. അത് നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ +2 അപ്ലൈ ചെയ്യുമല്ലോ, ഏകജാലകം 1 വിൻഡോ മെത്തേഡ് വഴി. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ. പക്ഷെ ഈ ഒരു സൈറ്റിലൂടെയാണ്, അതായത് universityadmissions.se എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് മാത്രം, ഓൾ ഓവർ സ്വീഡൻ. ഇനി ഇതിന് എന്തൊക്കെ, ഈ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വേണ്ടി വരും. അത് നമ്മൾ സ്വീഡിഷ് അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ സ്വീഡിഷ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ഒരു തുകയാണ്. ഇപ്പോൾ അതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ, അതായത് 2022 അതൊരു 9,000 റുപ്പീസോളം വന്നിരുന്നു. ഓക്കെ, ഇന്ത്യൻ റുപ്പീസ്. അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും ഈ ഒരു എന്താ പറയാ അപ്ലിക്കേഷൻ ടൈമില്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് SOP എന്ന് പറയും, അത് ആവശ്യമുണ്ട്. അത് നമ്മൾ ഏത് കോഴ്സാണ് എടുക്കുന്നത്, ആ കോഴ്സ് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു, നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്താണ്, സ്വീഡൻ എന്തുകൊണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യണു, ഇതൊക്കെയാണ് ആ ഒരു SOPയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് എവിടെയാണോ വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നോ, നിങ്ങളുടെ HODയിൽ നിന്നോ, ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നോ, ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും നമുക്കത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ LOR വാങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സ്കൂൾ ലെവലിലുള്ള എല്ലാ മാർക്ക് ലിസ്റ്റുകളും ആവശ്യമാണ്. അതിന്റെ മോഡ് ഓഫ് എന്താ പറയുക എഡ്യൂക്കേഷൻ, ആ ഒരു ടീച്ചിങ് എന്തായിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നോ മലയാളം മീഡിയം ആയിരുന്നോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ഇനി പിന്നെ നമ്മളുടെ ഇപ്പോ എന്താണ് നമ്മളുടെ ബാച്ചിലർ ഡിഗ്രി, ആ ഡിഗ്രിയുടെ എന്താ പറയാ മാർക്ക് ലിസ്റ്റുകളും ആസ് വെൽ ആസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിന് പുറമെ ആയിട്ട് ചില കോഴ്സുകൾ നമുക്കത് പറ്റുമോ, കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചില ടൈമില് യൂണിവേഴ്സിറ്റീസ് നമ്മൾ എവിടെയാണോ പഠിച്ച് ഇവിടുത്തെ സിലബസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഏത് കോഴ്സാണോ പഠിച്ചത്, അത് ഏത് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നോ, അത് ഏത് വർഷമായിരുന്നോ, ആ വർഷത്തെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് ഗ്യാപ്പ്, ഇവിടെ എന്താ പറയാ നമുക്കിപ്പോ സ്റ്റഡീസ് കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാൽ കൂടിയും നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നല്ലൊരു റെസ്യൂമെ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വെക്കാം. ഇത് മാത്രമല്ല പാസ്പോർട്ട്സിന്റെ കോപ്പി, ഇത്രയും സ്കാൻഡ് കോപ്പീസ്, ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം. ഇനി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ സ്പൗസിനെയും കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത്. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അത് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ universityadmissions.se പോവുക, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക, അതിൽ തന്നെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ ചെയ്യുക. അതിൽ എന്തൊക്കെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മെയില് വരും. അതായത് നിങ്ങൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അഡീഷണൽ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അങ്ങനെ ബാലൻസ് എന്താണ് അവർ ചോദിക്കുന്നത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, ഇതിനു വേണ്ടി പിന്നെ കൺസൾട്ടൻസീസിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ചും കൂടെ അതില് ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാം അവർക്ക് വിട്ടുകൊടുക്കരുത് എന്ന്. ഓക്കെ, അതുപോലെ ഒരു SOP തയ്യാറാക്കുമ്പോ എന്താ പറയാ, നിങ്ങൾ പരമാവധി ജെന്യുവിൻ ആവാനായിട്ട് ട്രൈ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. എന്താ പറയാ, പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുമോ, ഇവരും അതായത് ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അതായത് സ്വീഡനിലെ യൂണിവേഴ്സിറ്റീസിലെ ആ കോഴ്സ്, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുമോ, അതിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കോഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ ക്ലിയർ ഐഡിയ അവര് തരും. ഓക്കെ, തരും എന്നല്ല, അതിലുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കി മനസ്സിലാക്കുക.
അപ്പോ എനിക്കറിയാം ഇതൊരു ലേറ്റ് വീഡിയോ ആണ്. ആക്ച്വലി ജാനുവരി 15-നാണ് ഇതിന്റെ എൻഡ് കോഴ്സിന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. ചില കോഴ്സുകള് ഈവൻ ജാനുവരി 15 കഴിഞ്ഞാലും നമുക്കൊരു പെനാൾട്ടിയോട് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ, അത്രയും നിങ്ങൾ പാഷനേറ്റ് ആണ്, സ്വീഡനിൽ വന്നേ പറ്റുള്ളൂ, എനിക്ക് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ജൂൺ വരെ വെയിറ്റ് ചെയ്യാം. ജൂണില് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. പക്ഷെ അത് വളരെയധികം കുറച്ച് കോഴ്സുകളും കുറച്ച് യൂണിവേഴ്സിറ്റീസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള വലിയ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ഉപ്സല, സ്റ്റോക്ക്ഹോം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിനൊന്നും ആ ഒരു ഇൻടേക്ക് ബാധകമല്ല ആക്ച്വലി. ഓക്കെ, പിന്നെ ഈ അപ്ലൈ ചെയ്യുന്നതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏപ്രിലാണ് വരിക. നിങ്ങൾക്ക് ഏപ്രിലിൽ വരും. ഏപ്രിലിൽ വരുമ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണ് സെലക്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് മെയില് ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. നമുക്ക് കിട്ടും. അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് ഫീസ് അടയ്ക്കേണ്ടതും അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ടത് ഏപ്രിലിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലെ കമന്റ്സിലോ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഞാൻ ആരുടെങ്കിലും അടുത്ത് അന്വേഷിച്ചിട്ട്, ഇതിനെപ്പറ്റി നന്നായി അറിയാവുന്ന ആരുടെങ്കിലും അടുത്ത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവുക, എല്ലാവരും സുഖമായിരിക്കുക. താങ്ക് യു.